ഹലോ ഗായ്സ്, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടിട്ട് ബാംഗ്ലൂർ അടിച്ചു വിളിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ. വെറുതെ പറഞ്ഞോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി കിട്ടി വരേണ്ടി വന്നതാണ് ബാംഗ്ലൂർക്ക്. എത്തിയവാഴ ബാംഗ്ലൂരിലുള്ള എല്ലാത്തിനും പൊക്കിയെടുത്ത് നേരെ ഒരു മോളിൻ്റെ അകത്തേക്ക് കയറി. ഇതിൽ കയറിയപ്പോൾ തൊട്ടൊരാൾ ഏതോ ഒരു കളർ എന്തോ ഒരു സാധനത്തിന് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഞാൻ ബാംഗ്ലൂർ വരുന്നറിഞ്ഞ് ഗോവയിൽ നിന്നും എന്നെ കാണാൻ വന്നതാണ് ഇവൻ ടോമി. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ ഞാൻ ബാംഗ്ലൂർ വരുന്ന അറിഞ്ഞിട്ട് ആ മോളിലുള്ളവർ എനിക്ക് വേണ്ടി ഒരു ഫ്ലാഷ് മോബ് ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. വറുത്ത കോഴി മുളക് പോട്ടതിന് താളം പിടിച്ചിരിക്കുന്ന ടോമിയും മേഘയും ഇവിടെ ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവളാ കടക്കാരെ മുതലെടുക്കുവാടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം ഇല്ലാതില്ല. ഫ്ലാഷ് മോബ് തുടങ്ങിയപ്പോൾ തൊട്ട് ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റാതെ ഫ്ലാഷ് മോബിൽ മാത്രം ഒഴുകി നിൽക്കുകയാണ് ഇവിടെ എടുത്തത്. പിള്ളേർ കഷ്ടപ്പെട്ട് കളിക്കണമല്ലേ എന്ന് വിചാരിച്ച ഡാൻസ് കണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ അവിടെ നിന്നു. എനിക്ക് വേണ്ടി ഒരുക്കിയ ഫ്ലാഷ് മോബ് ആയിരുന്നെങ്കിലും അത് കാണാൻ ആ മുകളിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ഇവൻ ഇതുവരെ അതിൽ നിന്നും പുറത്തു വന്നിട്ടില്ല സുഹൃത്തുക്കളെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പണ്ട് ഞാൻ LKG പഠിച്ചോണ്ടിരുന്നപ്പോൾ കളിച്ചോണ്ടിരുന്ന ഡുവറ്റ് ഡാൻസ് കളിക്കാൻ തുടങ്ങി വരും. പാട്ടും ഡാൻസ് മാറി വരുന്നുണ്ടെങ്കിലും ഇവിടെ ഒരാളെ എന്തിനോ വേണ്ടിയുള്ള വലിയൊരു തിരച്ചിലാണ്. അവസാനം ഞാൻ പോയത് ചോദിച്ചു, വല്ലതും നടക്കുമോ? അവിടെ ഒന്നും നടപടിയാവണ കേസ് ഞാൻ കാണുന്നില്ല. ഞാനത് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പയ്യന്മാരുടെ കൊലവറിയും കണ്ടിങ്ങനെ നിൽക്കായിരുന്നു. അപ്പോഴാണ് അത് സംഭവിച്ചത്. അങ്ങനെ സാധനം കിട്ടിയവിടെ ഞങ്ങൾ നേരെ മുകളിൽ പുറത്തേടി. ഇല്ലെങ്കിൽ ഇവിടെ നേരെ അടുത്ത കടയിലേക്ക് പോയി. അങ്ങനെ പുറത്തെത്തിയപ്പോൾ വലിയൊരു ക്രിസ്മസ് ട്രീ. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിരുന്ന് മേഘ വെച്ചു. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കണല്ലോ. അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അപ്പോൾ ബാംഗ്ലൂർ ബാക്കി വിശേഷങ്ങളായിട്ട് വരുന്നവരെ ബൈ.